പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരുടെയും തൃപ്തി പരിഗണിക്കേണ്ട ആവശ്യമില്ല. റബ്ബ് നമ്മൾ അതിനെന്ത് ചെയ്തിട്ടില്ല, ചുമതലപ്പെടുത്തിയിട്ടില്ല. നാട്ടുകാരെല്ലാവരും തൃപ്തിപ്പെടുത്താൻ നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾക്കതൊട്ട് സാധിക്കൂല. നിങ്ങൾ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ? രാഷ്ട്രീയക്കാരുടെ പണി തന്നെ എന്താ? അവരുദ്ദേശിക്കുന്ന അവരുടെ അജണ്ട എന്താ? എല്ലാവരും തൃപ്തിപ്പെടുത്താന്നുള്ള. അതിനുവേണ്ടി എന്തൊക്കെ കോപ്രായങ്ങൾ അവർ കാണിച്ചു കൂട്ടുന്നുണ്ട്, എന്തൊക്കെ വേഷങ്ങൾ കെട്ടുന്നുണ്ട്. എന്നിട്ട് അവർക്ക് എല്ലാവരും തൃപ്തി പിടിച്ചു പറ്റാൻ സാധിക്കുന്നുണ്ടോ? അതുമില്ല. നമ്മൾക്ക് പറ്റുന്ന കാര്യമല്ലത്. നമ്മളെ റബ്ബ് അത് ഏൽപ്പിച്ചിട്ടുമില്ല. കുടുംബക്കാരെല്ലാവരും തൃപ്തിപ്പെടുത്തുക, ആരും നമ്മളെപ്പറ്റി തൃപ്തിപ്പെടാതിരിക്കുന്നത് നമുക്ക് വിഷമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയിട്ട് നമ്മൾ മറ്റൊരാളുടെ അനിഷ്ടം പിടിച്ചു പറ്റുകയാണെങ്കിൽ, ഹദീസിന്റെ വിശ്വാസം പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഒരാൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജനങ്ങളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അവനെ ജനങ്ങളും തൃപ്തിപ്പെടും, അള്ളാഹും തൃപ്തിപ്പെടും. എന്നാൽ ഒരാൾ ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളും അവനെ വെറുക്കും, അള്ളാഹും അവനെ വെറുക്കും. ഈ ഒരു ബോധ്യത്തോടുകൂടെ അള്ളാഹുവിന് തൃപ്തി മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് അവൻ്റെ നരകശിക്ഷയും ആ ശിക്ഷയെ തൊട്ടുള്ള പേടി മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ട് അവൻ്റെ സ്വർഗം കിട്ടാനുള്ള പ്രതീക്ഷ, ആ ആഗ്രഹത്തോടുകൂടെ നമ്മൾ ജീവിതത്തിൽ മുന്നേറുക. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നമ്മൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് യാത്രയിൽ മുന്നേറുക.